Assalamualaikum, welcome to my channel. അപ്പോൾ ഞാനിന്ന് ചെയ്യുന്നത് നല്ലൊരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ കട്ട്ലറ്റ് ശരിയായിട്ട് വരാനായിട്ട് ഒന്ന് രണ്ട് ടിപ്സും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതൊരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് നല്ല ഒരു വലുതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണം വരെ എടുക്കാം. അപ്പോൾ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്ത് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2-3 വെളുത്തുള്ളി, അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ അതുപോലെ പച്ചമുളക് ഒരു 3 എണ്ണം വരെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം സവാള നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക, വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. പിന്നെ അതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചതച്ചിട്ടെടുക്കാം. ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് സാധാ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ വേറൊന്നും ഇതിലേക്ക് ഇട്ടില്ല. അപ്പോൾ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് മിസ്സായി പോയതുകൊണ്ടാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആവേണ്ട, ഒന്നങ്ങ് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആ ഒരു മിക്സ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ആ ഒരു പച്ചമണം ഉണ്ടല്ലോ, ആ ഒരു പച്ചക്കുത്ത് മാറുന്നവരെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ചിക്കൻ വേവിക്കാനായിട്ട് വെച്ചിരുന്നത് വെന്ത് കഴിഞ്ഞിട്ട് ആറിയ ശേഷം അത് മിക്സിയിലേക്ക് ഇട്ടിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ അളവിൽ അത് ഞാൻ ചേർക്കുന്നുണ്ട്. ബിരിയാണി മസാല അല്ല, ഗരം മസാലയാണ്. അപ്പോൾ നമ്മൾ ബിരിയാണി മസാലയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കാണുക. പിന്നെ അതുപോലെ ബിരിയാണി മസാലയിൽ ചേർത്ത അത്രയും ഐറ്റംസ് ഒന്നുമില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് കോമൺ ആയിട്ട് എല്ലാത്തിൻ്റെ കൂടെയും ഇടാൻ പറ്റുന്ന ഒരു മസാലയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ അത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് വേണ്ടത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് 1-2 കാര്യങ്ങൾ കൂടെ വേണം. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ബ്രെഡ് എടുത്തിട്ട് ഇതൊന്നങ്ങ് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡ് ക്രംസ് വാങ്ങിക്കാനായിട്ട് കിട്ടും, അത് ഡയറക്റ്റായിട്ട് വാങ്ങിച്ചിട്ട് നമുക്കത് കോട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ 2 ബ്രെഡ് ഇതുപോലെ അങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതിപ്പോൾ ഏതായാലും ജസ്റ്റ് പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചൂടാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ട ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോർ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നന്നായിട്ട് മുട്ടയൊന്ന് പതപ്പിച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു അത്യാവശ്യം നല്ല വലിയൊരു ബോളാക്കിയിട്ട് ഇതൊന്ന് കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നോക്കിയാൽ നല്ലതുപോലെ ഇതാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഉരുളയാക്കാൻ പറ്റുന്ന പോലെ നന്നായിട്ട് ഷേപ്പാക്കി എടുക്കാം. ഞാനിതിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്.
അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലാണ് ഞാനിത് ഒന്ന് ഷേപ്പാക്കി എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു 7 പീസിന് ഇതുണ്ട്. ഇനി നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചല്ലോ, അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതിങ്ങനെയൊന്ന് തിരിച്ചും മറിച്ചും ഇങ്ങനെയൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൈകൊണ്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ ഒരു സ്പൂൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തിരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലാവത്തില്ല. നമ്മൾ ബ്രെഡിൽ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്തും വളരെ നീറ്റായിട്ട് നമുക്ക് ഇതങ്ങ് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു 1-2 തവണ ഇങ്ങനെ ഒന്ന് തിരിച്ച് മറിച്ച് ഒന്നിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് ബ്രെഡിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡിലേക്ക് ഇട്ടിട്ട് ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് ഇതങ്ങ് കവർ ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡിലേക്കും ബ്രെഡ് ക്രംസ് ആവണം, ആ രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഒരെണ്ണം ഞാനിവിടെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പീസും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട്ലറ്റ് ഞാൻ എല്ലാ പീസും ഞാൻ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് വെജിറ്റബിൾ ഓയിലാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ കട്ട്ലറ്റിൻ്റെ പീസ് ഓരോന്നോരോന്നായിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാട് ലോയിലും അല്ലെങ്കിൽ ഒരുപാട് ഹൈയിലും ഇട്ട് ഫ്രൈ ചെയ്യാതിരിക്കുക. മീഡിയം ഫ്ലെയിമിലായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കാം. കാരണം ഒരുപാട് ലോയിലായി കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കും. ഒരുപാട് ഹൈയിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. കാരണം നമ്മൾ ബ്രെഡിലാണല്ലോ കോട്ട് ചെയ്തെടുത്തത്. അപ്പോൾ പുറം ഭാഗം മാത്രം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ അതുപോലെ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിന് മുമ്പിട്ട് അപ്ലോഡ്സൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ ഒരുവിധം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്നും ഫുള്ളായിട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർ പ്രത്യേകിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.